നമസ്കാരം, ഞാൻ സുജാത. ഇന്ന് നമ്മളൊരു പുതിയ സ്റ്റിച്ചാണ് പരിചയപ്പെടുന്നത്. VTR സ്റ്റിച്ച്. ഇത് 2-3 സ്റ്റിച്ച് ഒരുമിച്ച് ചെയ്യണതാട്ടോ. പക്ഷെ ആ ചെയ്യുന്ന രീതിക്ക് ചെറിയ വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. പഠിച്ച സ്റ്റിച്ച് തന്നെ നമ്മൾ ചെയ്യാൻ പോണത്, പക്ഷെ ചെറിയൊരു രീതി വ്യത്യാസം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നിങ്ങളെല്ലാവരും സൂചി നൂലൊക്കെ എടുത്തിട്ട് റെഡി ആയിക്കോളൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് 4-ാം നമ്പർ സൂചി കേട്ടോ. കണ്ടോ, സുഖമായിട്ട് ഇതിൽ കയറി. ഇത് 6 നൂലും എടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ ചെറിയൊരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ബാക്ക് സ്റ്റിച്ച് എടുക്കാം. ഇത് ആദ്യം ബാക്ക് സ്റ്റിച്ച് എടുത്തു. പിന്നെ അതിന് തൊട്ട് ബാക്കിലേക്ക് വീണ്ടും ബാക്ക് സ്റ്റിച്ചിൻ്റെ പിന്നിലേക്ക് കുത്തി കൊടുക്കുക. ഇനി വീണ്ടും ഓപ്പോസിറ്റ് ഇങ്ങോട്ട് കുത്തുക. വീണ്ടും ബാക്ക് സ്റ്റിച്ചിൻ്റെ പിന്നിലേക്ക് കുത്തി കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് ഓർമ്മ ഉണ്ടോ? ഇത് നമ്മൾ പഠിച്ച ഫ്ലൈ സ്റ്റിച്ചാണ്, പക്ഷേ ഫ്ലൈ സ്റ്റിച്ച് എടുക്കുന്ന രീതി വേറെയാണെന്ന് മാത്രം. ഇത് പക്ഷേ ഫ്ലൈ സ്റ്റിച്ച് തന്നെയാണ്. എടുത്ത രീതി നമ്മൾ ആദ്യം പഠിച്ച ഫ്ലൈ സ്റ്റിച്ചിൻ്റെ രീതി വേറെ. ഇങ്ങനെ ബാക്കിലേക്ക് കുത്തി കൊടുത്തില്ല, ബാക്കിലേക്ക് കുത്തി കൊടുക്കാതെയാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്തതെന്ന് മാത്രം. അപ്പോൾ ചെയ്ത രീതിയാണ് വ്യത്യാസം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ തൊട്ട് പിന്നിൽ കണ്ടോ, തൊട്ട് പിന്നിലേക്ക് കുത്തിയെടുക്കുക. ഇനി നമ്മൾ വേറൊരു സ്റ്റിച്ചും കൂടി നമ്മൾ പഠിച്ചത് തന്നെ അതേ സ്റ്റിച്ച് എടുക്കാൻ പോകും. അപ്പോൾ നമ്മൾ ഈ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ സൂചി ഇതാ കണ്ടോ, 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുത്തു. 3ൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുത്തു. ഇനി നമ്മൾ ആദ്യം സൂചി എടുത്തൂല ഇവിടെ ബാക്കിൽ, ഇതിൻ്റെ തൊട്ടടുത്ത് സൂചി ഇറക്കണം. ഇപ്പോൾ കണ്ടപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ചായിട്ട് തോന്നണില്ലേ? അപ്പോൾ ഫ്ലൈ സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും കൂടി, അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റിച്ച് കിട്ടി. അതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ബീറ്റ് സ്റ്റിച്ച്. ഓക്കെ, VTR സ്റ്റിച്ച് എന്ന് പറയും. വീണ്ടും നമ്മൾ എടുക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് എടുക്കുക. അതായത് ഇതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് എടുക്കുക, തൊട്ട് പിന്നിലേക്ക് എടുക്കുക. ഇതിൻ്റെ സെൻറ്ററിലേക്ക് തൊട്ട് ബാക്കിലേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ ബാക്കിലേക്ക് കുത്തുക. ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്കിലേക്ക് കുത്തി കൊടുക്കുക. പിന്നിലേക്കാണ് ഇതൊക്കെ കേട്ടോ. വീണ്ടും ഇതിൻ്റെ നടുവിലേക്ക് കഴിയുന്നതും ഇതിൻ്റെ നേരെ ബാക്കിലേക്ക് ലൈൻ ഏകദേശം ഒരേ വലുപ്പത്തിലാവാൻ ശ്രദ്ധിക്കുക കേട്ടോ. വീണ്ടും ബാക്കിലേക്ക് ഈ 2 സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്കിലേക്ക് ഒരേ സ്ഥലത്തേക്ക് കുത്തി കൊടുക്കുക. അടുത്തടുത്തായിട്ട്, ഗ്യാപ്പില്ലാതെ അടുത്തടുത്തായിട്ട് കുത്തി കൊടുക്കുക. കണ്ടല്ലോ? ഇനി നമ്മൾ വീണ്ടും പിന്നിലേക്ക് കുത്തി കൊടുക്കുക. ഇതെവിടെ കിട്ടിയല്ലോ. വീണ്ടും നമ്മൾ ഈ 3 എണ്ണത്തിനെ ഉള്ളിലേക്ക് ആക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ VTR സ്റ്റിച്ച്. ഒന്ന് ഭയങ്കരമായിട്ട് വലിക്കണ്ട കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ കുത്തി കൊടുക്കുക. അപ്പം നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ചും കൂടിയപ്പോൾ മറ്റൊരു സ്റ്റിച്ചായി. നല്ല ഭംഗിയുണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. വീണ്ടും നമുക്ക് എത്ര വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. എടുക്കണു, ഇതിൻ്റെ പിന്നിലേക്ക് കൊടുക്കുന്നു. വീണ്ടും കൊടുക്കണു. ഈ സ്റ്റിച്ച്, അതായത് VTR സ്റ്റിച്ച്, നമ്മൾ ഫ്രഞ്ച് നോട്ടിൻ്റെ കൂടെ ലേസി ഡേസിയുടെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും.
ഇതിൻ്റെ കൂടെ ഫ്രഞ്ച് നോട്ടൊക്കെ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ലേസ് ഡേസി ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല മനോഹരമായ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. ഉണ്ട് നമ്മളിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ എല്ലാം ഒരേ അകലത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എടുക്കണു. ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുക്കുക. ഇനി ഇങ്ങനെ എടുക്കുമ്പോൾ അത് കുത്തുകയാണ് തോന്നുകയാണെങ്കിൽ ബാക്കിൽ കൂടെ എടുത്താൽ മതി. ഇതിങ്ങനെ ബാക്കിലേക്ക് ആക്കുക. അപ്പോൾ സൂചി കുത്തി എന്നുള്ള പ്രശ്നം വരുന്നില്ല. ഇങ്ങനെ ബാക്കിലേക്ക് വെക്കുക. അപ്പോൾ പെട്ടെന്ന് എടുക്കുകയും ചെയ്യും, കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? അപ്പോൾ തൊട്ടടുത്ത് വീണ്ടും ഇതിൻ്റെ അടുത്തടുത്ത് ഏകദേശം വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഒരെണ്ണം വലുതാണെന്ന് വെച്ചോളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വലുത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഡിസൈൻ, ഇതിനൊക്കെ നമുക്ക് ഡിസൈന് മാറ്റി കൊടുക്കാൻ പറ്റും. എന്തായാലും നമുക്കിത് ബേസ് എന്താണെന്ന് പഠിക്കണമല്ലോ. അതിനാണ് അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങളിത് കാണുമ്പോൾ കഴിയുന്നതും സൂചി നൂലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഒപ്പം ചെയ്യാം. ഒപ്പം ചെയ്താൽ വേഗം മനസ്സിലാവും. പിന്നത്തേക്കെന്ന് വിചാരിക്കേണ്ട. അപ്പം പഠിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസത്തിൽ ഇത്ര സമയം പഠിക്കുക. ഈ സമയത്തിൽ നിങ്ങൾ കണ്ടെത്തുക എപ്പോൾ പഠിക്കണം എന്നുള്ളത്. മനസ്സിലായോ? ആ സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ അപ്പം സൂചി നൂലൊക്കെ കൊണ്ടുവന്ന് പഠിക്കുക കേട്ടോ. ഒന്നും കൂടിയൊക്കെ എടുത്ത് മതി. നമുക്ക് ഈ സ്റ്റിച്ച് ഇവിടെ നിർത്താം. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇത് അവസാനിപ്പിക്കാം. ബാക്ക് സ്റ്റിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ എടുക്കണു. തീർക്കണം കേട്ടോ. ഏത് ലൈൻ? 1 2 3 4 5 6 7 8 ഞാൻ വരച്ചിട്ടുണ്ട് ഇവിടെ. ഈ ലൈൻ മുഴുവൻ ചെയ്ത് തീർക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത ഡിസൈൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവൻ ചെയ്യട്ടെ കേട്ടോ. മനസ്സിലായല്ലോ? സിമ്പിളല്ലേ? ഒന്നും കൂടി കാണിക്കണോ? നമ്മളിതെടുത്തു. ബാക്കിലേക്ക് ഫ്രണ്ടിൽ ആദ്യം കാണിച്ച് നമ്മൾ ബാക്കിലേക്ക് ഒരു സ്റ്റിച്ച് ഇട്ടു. ഇതിൻ്റെ വലിപ്പം ചെറുപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഒരു ഡിസൈൻ ഞാൻ ഉണ്ടാക്കിയതേ ഉള്ളൂ. മുകളിലേക്ക് എടുത്തു. ഇതിൻ്റെ സെൻറ്ററായിട്ട് ഇതിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ നടുവിലേക്കായിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഭംഗി വരിക. സെൻറ്ററിലേക്ക് എടുത്തു. ബാക്ക് സ്റ്റിച്ചിൻ്റെ ബാക്കിലേക്ക് കൊടുത്തു. തൊട്ട് പിന്നിലേക്ക് കൊടുത്തു. വീണ്ടും അടുത്ത് ഇപ്പുറത്ത് ഒരെണ്ണം എടുത്തു. അതും നമ്മുടെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ബാക്കിലേക്ക് തൊട്ടടുത്തായിട്ട് കൊടുത്തു. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ പിന്നിലേക്കൊരു സ്റ്റിച്ച് ഇടുകയാണ്. ഒന്ന് താഴ്ത്തും. അപ്പം അതില്ല, നേരെ ഈ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. മനസ്സിലായല്ലോ? ഇതിൻ്റെ ഉള്ളിലേക്ക് സൂചി ഇറക്കി കൊടുക്കണം. പിടി കിട്ടിയോ? അപ്പോൾ ഇതാണ് ഡിസൈൻ കേട്ടോ. ഇനി ഞാനതിന് കുറച്ച് ലീഫും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലീഫ് ഞാൻ സാറ്റിൻ സ്റ്റിച്ചിലാണ് ചെയ്തിരിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് ചെയ്തൊരു വീഡിയോ നേരത്തെ നമ്മളൊരു 10-16ഓളം സ്റ്റിച്ച് ഒരുമിച്ച് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സാറ്റിൻ സ്റ്റിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് താഴത്തേക്ക് സ്റ്റിച്ച് ഇടുക. തൊട്ട് ഗ്യാപ്പില്ലാതെ. അതാണ് സാറ്റിൻ സ്റ്റിച്ച്. മനസ്സിലായോ?
ഇപ്പം ഞാൻ ഈ ലീഫൊക്കെ ഞാൻ ചെറിയ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് ഒടിഞ്ഞ രൂപത്തിലായിരിക്കുമല്ലോ, അപ്പോൾ ആ ഒടിഞ്ഞ രൂപത്തിൽ ആണ് അപ്പോൾ ഈ ലീഫൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ലീഫ് ഒടിഞ്ഞ പോലെ. ഇതൊരു ഭംഗിയാണല്ലോ. കാരണം അത് ഈ വീറ്റ് സ്റ്റിച്ചാണ്. ഇത് ഏകദേശം കാണുമ്പോൾ ഒരു ഗോതമ്പ് മണികളുടെ ഒരു രൂപം കാണില്ലേ, അപ്പോൾ അതങ്ങനെ ആ ലീഫ് ഒടിഞ്ഞ പോലെ കാണുമ്പോൾ ഒരു ഭംഗി. ഈ ഡിസൈൻ ചെയ്യാൻ ഏകദേശം ഒരു അരമണിക്കൂർ മുതൽക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് എന്തിലാണെന്നും കൂടി ഞാൻ അവസാനം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം പൂർത്തിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത് ടോഡി ബാഗിലാണ്. അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ടോഡി ബാഗ്, ഇതാണ് ബാഗ്. ഈ ബാഗിൻ്റെ സ്റ്റിച്ചിങ് വേണമെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചാൽ മതി. അപ്പോൾ ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബാഗൊക്കെ ഉണ്ടാക്കി നോക്കും. ഇങ്ങനത്തെ ബാഗ് നമുക്ക് ഓൺലൈൻ ധാരാളം കിട്ടും. ധാരാളം ഡിസൈനുകളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ബാഗുകൾ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്